നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി.വി. അൻവറിന്റെ എതിർപ്പ് അവഗണിച്ച് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ്. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ മത്സരിക്കുമെന്ന സൂചന നൽകിയെങ്കിലും അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട എന്ന നിലപാടെടുത്താണ് പ്രഖ്യാപനം. പിന്തുണ നൽകുന്ന കാര്യത്തിൽ 2 ദിവസത്തിന് ശേഷം തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് അൻവർ. ആര്യാടൻ ഷൗക്കത്തിനായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് DCC പ്രസിഡന്റ് V.S. ജോയ് പറഞ്ഞു. അല്ല, പണ്ട് കെ കരുണാകരൻ ലീഡർ പറഞ്ഞ തള്ളും വേണ്ട കൊള്ളും വേണ്ട, തള്ളും വേണ്ട കൊള്ളും വേണ്ട. ലീഡർ അങ്ങനെയാണല്ലോ പറയാൻ അത്തരം ഘട്ടങ്ങളിൽ, അങ്ങനെ കൂട്ടിയാൽ മതി. അത് ആര്യാടൻ ഷൗക്കത്തിനെതിരെ പി.വി. അൻവർ നിലപാട് കടുപ്പിച്ചത് ആശയക്കുഴപ്പമുണ്ടാക്കിയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടെന്ന് കോൺഗ്രസ് തീരുമാനിച്ചു. വൈകിട്ട് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. എനിക്ക് കിട്ടിയ അവസരം അത് തീർച്ചയായും എന്നെപ്പോലെ പലർക്കും ഇവിടെ മത്സരിക്കാൻ അവസരം അതിന് യോഗ്യതയുള്ളവരും അർഹതയുള്ളവരുമാണ്. പക്ഷേ അതുകൊണ്ട് എല്ലാവർക്കും മത്സരിക്കാൻ കഴിയില്ല, ഒരാൾക്കേ മത്സരിക്കാൻ കഴിയൂ. ഞങ്ങൾ ഒരു കാര്യം നേരത്തെ തീരുമാനിച്ചത്, അത് നിങ്ങളോടൊക്കെ പറഞ്ഞതാണ്, ആര് സ്ഥാനാർത്ഥിയാവുകയാണെങ്കിലും അത് ഞാനാവട്ടെ ഞാനല്ലാതെ മറ്റൊരാളാവട്ടെ ആരായാലും നിലമ്പൂരിൽ ഐക്യത്തോടു കൂടി പ്രവർത്തിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ അൻവർ ആര്യാടന് ജനപിന്തുണയില്ലെന്ന് തുറന്നടിച്ചു. CPIM-മായി സീറ്റ് ചർച്ച നടത്തിയ ആളാണ്. 2 ദിവസം നിരീക്ഷിച്ച ശേഷം പിന്തുണ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും അൻവർ. 2 ദിവസം കൂടെ ഞങ്ങൾ ഡിക്ലറേഷന് ശേഷം ഷൗക്കത്തിൻ്റെ കാൻഡിഡേച്ചർ നിലമ്പൂരിലെ ജനങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത്, അദ്ദേഹത്തിന് പിന്തുണ നൽകുമോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ട്. ഈ 2 ദിവസത്തെ സമയം എന്ന് പറയുന്നത് ആ മണ്ഡലത്തിലെ ജനങ്ങളുമായി ഞങ്ങൾക്ക് സംസാരിക്കേണ്ടതുണ്ട്. അവിടുത്തെ സാമുദായിക സാംസ്കാരിക നേതാക്കളുമായി സംസാരിക്കേണ്ടതുണ്ട്. ഇവരുടെയൊക്കെ ഒപ്പീനിയൻ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാടായിരിക്കും. ഗോഡ് ഫാദർമാരില്ലാത്തത് കൊണ്ടാണ് V.S. ജോയ്ക്ക് സീറ്റ് ലഭിക്കാത്തതെന്നും അൻവർ. ജോയ് പൂർണ്ണമായിട്ടും ഒരു ഗോഡ് ഫാദർ ഇല്ലാത്തതിൻ്റെ പേരിൽ അവിടെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. പക്ഷേ ജോയ് സൈഡ് ലൈൻ ചെയ്യപ്പെടുമ്പോൾ ജോയ് മാത്രമല്ല സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നത്, ഈ മലയോര കർഷകർ കൂടിയാണ്, ആ കമ്മ്യൂണിറ്റിയാണ്, അവിടുത്തെ സമൂഹമാണ്. അൻവറിന്റെ ആരോപണങ്ങൾ V.S. ജോയ് തള്ളി. തനിക്ക് ഒന്നല്ല, ഒരുപാട് ഗോഡ്ഫാദർമാരുണ്ട്. ആര്യാടന് പിന്നിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും V.S. ജോയ്. കോൺഗ്രസിനകത്ത് എനിക്ക് ഒരു ഗോഡ്ഫാദർ അല്ല, ഒരുപാട് ഗോഡ്ഫാദർമാരുണ്ട്. അങ്ങനത്തെ ഒരു പ്രയാസമൊന്നും കോൺഗ്രസിനകത്തില്ല. വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ UDF നേതൃത്വം, സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പറഞ്ഞ് ആ പ്രയാസങ്ങളൊക്കെ പരിഹരിക്കും. ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോകും. അൻവറിന്റെ UDF പ്രവേശന കാര്യത്തിൽ 2 ദിവസത്തിനകം തീരുമാനമുണ്ടാകുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. തീരുമാനമായില്ലെങ്കിൽ നിലമ്പൂർ കാലവർഷത്തെ ചാലിയാർ പുഴ പോലെ കലങ്ങി മാറിയും. ന്യൂസ് മലയാളം, പാലക്കാട്.